കടൽ കാണുന്ന സമയത്ത് എന്തൊക്കെ വിസ്മയങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഒരുപക്ഷെ ഭൂമിയിൽ ഉള്ള എല്ലാം തന്നെ കടലിലുണ്ടാവും. എന്ന് വെച്ചാൽ കരയിലുള്ള എല്ലാം തന്നെ കടലിലുണ്ടാവുമായിരിക്കും. അങ്ങനെ ഒരു വലിയ കടൽ ചെറിയ കുഞ്ഞാവുമ്പോളെ കാണുമ്പോൾ അത്ഭുതം ഉണ്ടാവാറ്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇതിലും വലിയൊരു കടൽ കണ്ടു. ആ കടലിൻ്റെ പേര് സുധാസാഗരം എന്നാണ്. അമൃതത്തിൻ്റെ കടൽ. ആ അമൃതത്തിൻ്റെ കടലിൻ്റെ നടുക്ക് ഒരു ദ്വീപമൊഴിച്ചു. സാധാരണ ദ്വീപമല്ല, ഒരു മണിദ്വീപം. നവരത്നങ്ങളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ദ്വീപ്. ആ ദ്വീപിൽ നിറയെ കൽപ്പക മരങ്ങളാണ്. നമ്മുടെ കാമനകൾ, മനോകാമനകളെല്ലാം പൂർത്തിയാക്കുന്ന കൽപ്പക വൃക്ഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു ദ്വീപ്. ആ ദ്വീപിൻ്റെ ഒത്ത നടുക്ക് ഒരു തടാകം, വിമർശം എന്ന് പറയുന്ന തടാകം. ആ തടാകത്തിലൊരു തോണിയുണ്ട്, ഒരു തോണിക്കാരിയുണ്ട്. ആ തോണിക്കാരി വേറെ ആരുമല്ല, താര ദേവിയാണ്. ആ തോണിയിൽ കയറി നമ്മൾ ആ തടാകത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു മനോഹരമായ സ്ഫടികം കൊണ്ടൊക്കെ പണി കഴിപ്പിച്ച പോലുള്ള ശ്രീചക്ര മാതൃകയിൽ പണിതീർത്തിട്ടുള്ള, ശ്രീപുര മാതൃകയിൽ പണിതീർത്തിട്ടുള്ള ഒരു ചിന്താമണി ഗ്രഹം കാണാൻ സാധിക്കും. ആ ഗ്രഹത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സമയത്ത് അവിടെ വാതിൽക്കൽ ലംബോദരനും ഭൈരവനും ഭദ്രകാളിയും ഒക്കെ കാവല് നിൽക്കുന്ന ഒരു വാതിൽ. ആ വാതിൽ കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനകത്ത് നിറയെ സിദ്ധന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും ഒരുക്കുന്ന ഒരു വലിയ സഭ. ഇവിടെ മനോഹരമായ ഒരു ഗീതം ആലപിക്കപ്പെടുന്നത് കേൾക്കാൻ സാധിക്കും. അതിമനോഹരമായ വിധത്തിൽ ആ ഗീതം ആലപിക്കുന്നതിന് ശ്രുതി മീട്ടുന്നത് രാജമാതങ്കി രാജശ്യാമളയാണ്. വലത്തുഭാഗത്തിരുന്നു കൊണ്ട് രാജമാതങ്കി അതിമനോഹരമായ ഒരു ശ്രുതി മീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സഭ അത്യധികം മനോഹരമായി തോന്നുകയാണ് നമുക്ക്. ഹൃദയത്തെ രമിപ്പിച്ചുകൊണ്ടുള്ള ഒരു സഭ. അവിടെ ഇടത്തുഭാഗത്ത് ഇരുമ്പ് ദണ്ട് കയ്യിലേന്തിക്കൊണ്ട് ദണ്ഡനായികയായിട്ടുള്ള വാരാഹി ദേവി അതിഭീഷണമായ രൂപത്തോടുകൂടെ നമ്മെ നോക്കി നിൽക്കുന്നു. നമ്മുടെ ഉള്ളിലെ എല്ലാ ഭയത്തെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു ദണ്ഡം അമ്മ കയ്യിൽ കരുതിയിട്ടുണ്ട്. നമ്മുടെ കാഴ്ച മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് ബ്രഹ്മാവിനെ കാണാൻ സാധിക്കും. സൃഷ്ടിയുടെ ദേവനായിട്ടുള്ള ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിനടുത്ത് തന്നെ സ്ഥിതിയുടെ ദേവനായിട്ടുള്ള വിഷ്ണു. വിഷ്ണുവിൻ്റെ അടുത്ത് തന്നെ സംഹാരത്തിൻ്റെ ദേവനായിട്ടുള്ള പരമേശ്വരൻ. അതിനടുത്തായി തിരോധാനത്തിൻ്റെ ദേവനായിട്ടുള്ള ഈശ്വരൻ. സൃഷ്ടിസ്ഥിതി സംഹാരം തിരോഭാവം എന്നീ കൃത്യങ്ങൾ നിർവഹിക്കുന്ന ഈശ്വരന്മാർ അവിടെ ഒരു പീഠത്തിൻ്റെ 4 കാലുകൾ മാത്രമാണ്. ആ പീഠത്തിൻ്റെ കാലുകൾക്ക് മുകളിൽ സദാശിവൻ ഒരു പലക പോലെ കിടക്കുന്നു. ആ സദാശിവൻ്റെ മുകളിൽ ലോഹിത വർണ്ണത്തോടുകൂടെ പരമശിവ പര്യങ്കയായിക്കൊണ്ട് സ്ഥിതി ചെയ്യുകയാണ് ലളിതാ ത്രിപുരസുന്ദരി. ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും സൗന്ദര്യാത്മകമായ ഒരു ദർശനമാണ് രാജരാജേശ്വരിയുടെ. ആ രാജരാജേശ്വരിയുടെ 100 ശ്ലോകങ്ങൾ അതിമനോഹരമായ വിധത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ 41 ശ്ലോകങ്ങളെ
ആനന്ദത്തിൻ്റെ ലഹരി എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷം വരുന്ന ശ്ലോകങ്ങൾ സൗന്ദര്യത്തിൻ്റെ ലഹരിയാണ്. ഈ കൃതിയെ നമ്മൾ വിളിക്കുന്നത് സൗന്ദര്യ ലഹരി എന്നാണ്. ലഹരി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. നമ്മെ മറക്കാൻ കാരണമാകുന്ന എന്താണോ അതാണ് ലഹരി. എന്ത് കാരണം ഉപയോഗിച്ചാൽ നമ്മുടെ സ്വത്വത്തെ നമ്മൾ മറന്നു പോകുന്നു. ഏത് തരം ലഹരിയെ നോക്കിയാലും നമുക്കറിയാം അത് നമ്മെ മറന്നു പോകുന്ന അനുഭവമാണ്. നമ്മെ മറന്നു പോകുന്ന അനുഭവങ്ങളോടെല്ലാം നമുക്ക് വലിയ താല്പര്യമുണ്ട്. ഈ താല്പര്യം ഇവിടെ ശക്തമായിട്ട് നിഴലിക്കുന്നത് സൗന്ദര്യത്തിനോടുള്ള അമിതമായ താല്പര്യം. ആ സൗന്ദര്യം എന്താണ്? ലോകത്തെ മുഴുവൻ മറന്നു പോകുന്ന തരത്തിൽ, അല്ലെങ്കിൽ എന്നെ തന്നെ മറന്നു പോകുന്ന തരത്തിൽ ഞാൻ അതിസുന്ദരമായ ഒരു കാഴ്ച കാണും. ത്രിലോകങ്ങളെയും സൗന്ദര്യത്താൽ വലയ്ക്കുന്ന സുന്ദരി രാജരാജേശ്വരി, സദാശിവ പട്ടമഹിഷി. ആ അമ്മയുടെ 100 ശ്ലോകങ്ങൾ ആദിശങ്കരാചാര്യ വിരചിതമായ സൗന്ദര്യലഹരിയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കും. ഈ വരുന്ന ശിവരാത്രി ദിവസം സൗന്ദര്യത്തിൻ്റെ ആനന്ദാനുഭൂതിയുടെ ഈ അല, അല്ലെങ്കിൽ അലകൾ, ഈ മഹാകടലിനെ ഞങ്ങളും അല്പം കോരിയെടുക്കാൻ ശ്രമിക്കുകയാണ്. വേവ്സ് ഓഫ് ബ്ലിസ് എന്ന പേരിൽ കൊച്ചിയിലെ കലൂർ ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് രാവിലെ 8 മണി മുതൽ രാത്രി 10-12 മണി വരെ നീണ്ടു നിൽക്കുന്ന സൗന്ദര്യത്തിൻ്റെ വലിയ ഒരു സെലിബ്രേഷൻ നടക്കുകയാണ്. രാവിലെ 9 മണിക്ക് ശ്രീചക്ര നവാവരണ കൃതികളോടുകൂടെയുള്ള ശ്രീചക്ര പൂജയിലാണ് നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നത്. ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട്, നമ്മൾ സ്നേഹത്തോടെ ശ്രീനാഥ്ജി എന്ന് വിളിക്കുന്ന ശ്രീവിദ്യാ പാരമ്പര്യത്തിലെ ഒരുപാട് ശിഷ്യജനങ്ങൾക്ക് വലിയ വിളക്കായിട്ടുള്ള ശ്രീനാഥ്ജിയാണ് ശ്രീചക്ര നവാവരണ പൂജ ചെയ്യുന്നത്. ആ സമയത്ത് പുറകിൽ വയല രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വലിയ സംഗീതജ്ഞൻ്റെ ശ്രീചക്ര നവാവരണ കൃതികളുടെ ആവിഷ്കരണം കൂടി ഉണ്ടായിരിക്കുന്ന. അതിനുശേഷം സൗന്ദര്യലഹരിയും യുവത്വവും എന്ന വിഷയത്തിൽ ശ്രീലശ്രീ ലക്ഷ്മി ശങ്കർ, ശ്രീലശ്രീ സരിത അയ്യർ, ശ്രീലശ്രീ അഖില ശശിധരൻ, ശ്രീലശ്രീ ശങ്കുട്ടി ദാസ്, ശ്രീലശ്രീ ശ്രീജിത്ത് പണിക്കർ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്ന സൗന്ദര്യലഹരിയും യുവത്വവും എന്ന പേരിൽ ഒരു പാനൽ ഡിസ്കഷൻ, ഒരു ചർച്ച ഉണ്ടാവുന്നതാണ്. അതിനുശേഷം ഹാസ്യലഹരി, സൗന്ദര്യലഹരിയെ ആസ്പദമാക്കിക്കൊണ്ട് എടനാട് രാജൻ നമ്പ്യാർ അവതരിപ്പിക്കുന്ന അതിഗംഭീരമായ, നമ്മയൊക്കെ ചിരിയുടെ ലോകത്തിലൂടെ പരാശക്തിയുടെ വൈഭവത്തെ മനസ്സിലാക്കി തരുന്ന ഒരു ചാക്യാർകൂത്ത്, സൗന്ദര്യലഹരി ആസ്പദമാക്കിയുള്ള ചാക്യാർകൂത്ത്. അതിനുശേഷം ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം, അല്ലെങ്കിൽ ആദിശങ്കരാചാര്യർക്ക് വലിയ പ്രചോദനം നൽകിയ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ ചുമരുകളെ ഏറ്റവും മനോഹരമായ രീതിയിൽ ദേവി മഹാത്മ്യത്തിലെ ദേവതാ കൽപ്പനകളെ കൊണ്ട് ചിത്രീകരിക്കുന്ന ഒരു ചടങ്ങിൻ്റെ നേത്രോന്മീലനമാണ്. ഏകഭൂമി ചാൾസ് എല്ലിക്, മിഥുൻ സലില തുടങ്ങിയവരാണ് ഈ ചിത്രകാരന്മാർ. ആദ്യത്തെ ചിത്രമായിട്ടുള്ള അന്നപൂർണ ദേവിയുടെ നേത്രോന്മീലനം ആ ചടങ്ങിൽ വെച്ച് നടക്കുകയാണ്. ആ നേത്രോന്മീലനം നടത്തുന്നത് മറ്റാരുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ, ലോകത്തിൻ്റെ മോഹൻലാൽ ആണ്. ഈ ചടങ്ങിന് ശേഷം സൗന്ദര്യലഹരി നവഭാരത സൃഷ്ടിക്ക് എന്ന വിഷയത്തിൽ ശ്രീലശ്രീ ജെ നന്ദകുമാർ, ശ്രീലശ്രീ നരസിംഹാനന്ദജി മഹാരാജ് തുടങ്ങിയവർ സംസാരിക്കുന്ന ഒരു സിംപോസിയം ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം നാട്യകേരളത്തിൻ്റെ അഭിമാനം എന്ന് വിളിക്കുന്ന മോഹിനിയാട്ട വിദുഷി ശ്രീലശ്രീ മേതിൽ ദേവിക അവതരിപ്പിക്കുന്ന സൗന്ദര്യലഹരി ആസ്പദമാക്കിയിട്ടുള്ള ഒരു മോഹിനിയാട്ടം നമ്മുടെ മുമ്പിൽ അരങ്ങേറുന്നതാണ്.
അതിനുശേഷം സംഗീതത്തിലൂടെ, മ്യൂസിക് മോജോയിലൂടെയൊക്കെ നമ്മെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ശബ്ദത്തിൻ്റെ ഉടമ, സുപ്രസിദ്ധ ഗായകൻ ശ്രീലശ്രീ സുദീപ് പാലനാട്, ദീപ പാലനാട് എന്നിവർ അവതരിപ്പിക്കുന്ന ഒരു ഗാനസന്ധ്യ. ഈ ഗാനസന്ധ്യയുടെയും വിഷയം സൗന്ദര്യലഹരി തന്നെയാണ്. സൗന്ദര്യലഹരി ആസ്പദമാക്കിയ ഒരു ഗാനസന്ധ്യ നമ്മുടെയൊക്കെ മനസ്സിനെ ആനന്ദലഹരിയിലൂടെ, ജ്ഞാനലഹരിയിലൂടെ, ഹാസ്യലഹരിയിലൂടെ, നാട്യലഹരിയിലൂടെ, പ്രജ്ഞാലഹരിയിലൂടെ, നാദലഹരിയിലൂടെ നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ഒക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാൻ ഉള്ള ഒരു നിമിഷമായിട്ട് ഈ ശിവരാത്രി ദിനം മാറുകയാണ്. എല്ലാവരും വേവ്സ് ഓഫ് ബ്ലിസ് പരിപാടിക്ക് അവിടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമഃ ശിവായ.